വ്യക്തിപരമായ സ്നേഹത്തിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും 4 കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഒന്ന് ജമാല്, സൗന്ദര്യം. സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ ഒക്കെ മനുഷ്യൻ ഇഷ്ടപ്പെടും. ഒരു പൂന്തോട്ടം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും, ഒരു ഇഷ്ടം ഉണ്ടാവും അതിനോട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കൗതുകമായി തോന്നുന്നത്, സൗന്ദര്യമായി തോന്നുന്നത്, അതിനോട് വലിയ ഇഷ്ടം ഉണ്ടാവും. അതൊരു പ്രകൃതിപരമായ ഇഷ്ടത്തിന് കാരണമാണ് സൗന്ദര്യം. മുത്തുനബിയെ യഥാർത്ഥത്തിൽ ശരിക്കും കണ്ടവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നത്, 14-ാം രാവിന്റെ അന്ന് ഞങ്ങൾ ചന്ദ്രനെങ്ങനെ നോക്കും, മുത്തുനബിയുടെ മുഖത്തേക്കും നോക്കും. ആ സമയത്ത് ഫഹുവ അഹ്സനു മിനൽ ഖമരി, 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ഞങ്ങൾക്ക് സൗന്ദര്യമുള്ളതായി തോന്നിയത് മുത്തുനബിയുടെ മുഖമാണ്. എത്ര മനോഹരമായിട്ടാണ് സ്വഹാബത്ത് അത് അവതരിപ്പിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ കാണാം, മുസ്ലിമിലെ ഹദീസിൽ കാണാം, തുർമുദിയിലെ ഹദീസിൽ കാണാം സ്വഹാബത്ത് അവിടുത്തെ മുഖത്തെക്കുറിച്ച് തന്നെ വർണ്ണിക്കുന്നത്. ചന്ദ്രൻ ഇങ്ങനെ അരിച്ചു നടക്കും പോലെ, അവിടുത്തെ ദന്തനിരകൾ കവാക്കിബ് നക്ഷത്രക്കൂട്ടങ്ങളെ അടുക്കി വെച്ചതുപോലെ, എന്ത് മനോഹരമായ ഭംഗിയുടെ രൂപങ്ങളാണ് സ്വഹാബത്ത് അവതരിപ്പിക്കുന്നത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടിയില്ലേ, വ അജ്മല മിൻക ലം തറ ഖത്തു ഐനി വ അഹ്സന മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എന്ത് മനോഹരമായിട്ടാണ് ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ പാടുന്നത്. അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ എൻ്റെ കണ്ണിതുവരെ കണ്ടിട്ടേ ഇല്ല. അങ്ങേക്കാൾ സുന്ദരനായ ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായിട്ടാണ് അങ്ങ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്. മദീനത്തെ പള്ളിയിൽ നിന്ന് മനോഹരമായി ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ പാടുകയാണ്. അപ്പോൾ സൗന്ദര്യം കൊണ്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ പ്രകൃതിപരമായ സ്നേഹത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം കൊണ്ട് സ്നേഹിക്കാൻ ഏറ്റവും കടപ്പെട്ടവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബാക്കി 3 കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.